സോ വെൽക്കം ബാക്ക്. അപ്പോൾ റിയൽമിയുടെ ഒരു ബെസ്റ്റ് ബഡ്ജറ്റ് ഫോണായിട്ടുള്ള റിയൽമി P1 ആ ഒരു 15,000 രൂപ റേഞ്ചിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രൈസിലൊരു ബെസ്റ്റായുള്ള ഫോണായിട്ടാണ് തോന്നിയത്. കാരണം ബെസ്റ്റ് പെർഫോമൻസിലൊരു പ്രോസർ 20,000 രൂപ റേഞ്ചിലൊക്കെ വരുന്ന പ്രോസർ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു 15,000 രൂപ റേഞ്ചിൽ ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും പ്രൈസും എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് നമുക്ക് പ്രൈസ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ 6GB 128GB വേരിയൻ്റ് ആണ്. ഹയർ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 8GB 128GB വേരിയൻ്റ് ആണ്. ഇതിൽ ബേസ് മോഡലായിട്ടുള്ള 6GB 128GBൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15,999 ആണ്. ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 14,999 ആയിട്ടാണ് വരുന്നത്. അപ്പം വാങ്ങുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് ബാങ്ക് ഓഫർ കൂടി ഇൻക്ലൂഡ് ചെയ്താൽ നിങ്ങൾക്ക് 1000 രൂപയുടെ ആ ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. 8GB 256GB ആണ് ഹയർ വേരിയൻ്റ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 18,999 ആണ്. ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 16,999 കിട്ടുന്നതായിരിക്കും. അപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു ഓഫർ പീരീഡിൽ തന്നെ പോയിട്ട് വാങ്ങി കഴിഞ്ഞാൽ കുറച്ചും കൂടെ പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പം 16,000 രൂപയാണ് ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡിസൈൻ റിയൽമിയുടെ ഇപ്പം വരുന്ന എല്ലാ ഫോണിൻ്റെയും ആ ഒരു കോമൺ ആയിട്ടുള്ള ആ ഒരു സെൻട്രൽ അലൈൻ ആയിട്ടുള്ള ആ ഒരു സർക്കിൾ മൊഡ്യൂളിൽ തന്നെയാണ് ക്യാമറ മൊഡ്യൂൾ കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിൻ്റെ ഒരു ബാക്ക് ടെക്സ്ചർ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് ഫോണ് തരുന്നുണ്ട്. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. രണ്ട് കളർ വേരിയൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് ഗ്രീനും പിന്നൊന്ന് റെഡ് കളറും വരുന്നുണ്ട്. സോ ഒരു മാറ്റ് ഫിനിഷാണ്, ബട്ട് കാണാൻ നല്ലൊരു ലുക്ക് ഫോൺ തരുന്നുണ്ട്. എല്ലാ ഫോണും ഒരുപോലെ തന്നെയാണ്, ചെറിയ ചെറിയ ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇതിലങ്ങനെ തന്നെയാണ്. അപ്പം കാണാൻ ഇറ്റ്സ് ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. കുഴപ്പമൊന്നും ഡിസൈനെ പറ്റി പറയാനില്ല. IP54ൻ്റെ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഡുവലായിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട്. ദെൻ ഡിസ്പ്ലേ 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD AMOLED 120Hz റിഫ്രഷ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുള്ളത്. 1200 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഈ ഒരു റേഞ്ചിൽ നമ്മൾ അങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ കാണാറില്ല, അതായത് AMOLED + 120Hz. അപ്പം ഈ ഒരു ഫോണിൽ ആ ഒരു രീതിയിലുള്ള ഡിസ്പ്ലേ സെറ്റപ്പ് വരുന്നുണ്ട്. സോ ബെറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. സെൻട്രൽ അലൈനായിട്ടാണ്, പഞ്ച് ഹോളായിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്. സോ കർവ്ഡ് ഒന്നും തന്നെയില്ല, നോർമൽ ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ട് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേയെ പറ്റി പറയുകയാണെങ്കിൽ ഈ റേഞ്ചിൽ അത്യാവശ്യം നല്ല ബെസ്റ്റായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. AMOLED + 120Hz റിഫ്രഷ് റേറ്റൊക്കെ ഈ ഒരു 15,000-16,000 രൂപ റേഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ടോക്ക് അബൌട്ട് ക്യാമറ 15 MB ആണ് പ്രൈമറി ക്യാമറ. പിന്നീട് 2 MB ഡെപ്ത് ക്യാമറയും റിയറിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 MP സെൽഫി ക്യാമറ സെൻട്രൽ അലൈനായിട്ടുള്ള പഞ്ച് ഹോളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. റിയർ ക്യാമറയിൽ നമുക്ക് 4K ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 1080p 13 FPS ഉള്ള വീഡിയോസ് റിയറിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സെൽഫിയിലും അത് ആ ഒരു സെയിം ആയിട്ടുള്ള സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. സോ ക്യാമറ ഒക്കെ തന്നെ ഒരു നോർമലാണ്. വലിയ ഗംഭീര ക്യാമറ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും പറയാൻ പറ്റുന്ന ക്യാമറ എന്നല്ല, നോർമലായിട്ടുള്ളൊരു ക്യാമറ സ്പെക്ക് മാത്രമേ ഈ ഒരു ഫോണിന് വരുന്നുള്ളൂ. സോ ബാക്കി ക്യാമറയുടെ കാര്യങ്ങളൊക്കെ തന്നെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം പോയിട്ട് വാങ്ങാൻ നോക്കുക. ക്യാമറ റിവ്യൂസൊക്കെ നോക്കുക. മെഗാപിക്സലും മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ മെഗാപിക്സൽ നോക്കുന്ന സമയത്ത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്പെക്ക് ക്യാമറയിൽ വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ റിയൽമി UIയിൽ വരാറുണ്ട്. ഈ ഒരു ഫോണിൽ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ തന്നെ ക്യാമറയുടെ ഭാഗത്തും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ റിവ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ നോക്കാം. ദെൻ പെർഫോമൻസ് MediaTekൻ്റെ Dimensity 7050 എന്ന പ്രോസറാണ് കൊടുത്തിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിന് മുൻപേ ഒരു 20,000 രൂപ റേഞ്ചിലൊക്കെ കണ്ടുവന്ന ആ ഒരു പ്രോസറാണ് ഇപ്പം 16,000-15,000 രൂപ റേഞ്ചിൽ ഈ ഫോണിന് വരുന്നത്. ഓൾമോസ്റ്റ് 6 lakh എബോ ആയിട്ടാണ് ഇതിൻ്റെ ഒരു ANTU ബെഞ്ച്മാർക്ക് സ്കോറും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസിൻ്റെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോസർ തന്നെയാണ് ഈ ഒരു 7050 എന്ന പ്രോസർ എന്ന് പറയുന്നത്. പിന്നീട് റിയൽമി UI 5.0 ആണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. ബേസ്ഡ് ഓൺ Android 14 ആണ്. LPDDR4Xൻ്റെ റാമും UFSൻ്റെ 3.1 ആണ് സ്റ്റോറേജ് ടൈപ്പ് കൊടുത്തിട്ടുള്ളത്. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയുള്ള പ്രോസർ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമി P1 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു ഡൗട്ടില്ലാതെ ഈ ഒരു ഫോൺ നമുക്ക് ഗെയിമിംഗ് ഫോണായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഫോൺ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കേട്ടോ. വേറൊരു ഇതിൻ്റെ കോമ്പറ്റീറ്ററൊക്കെ നോക്കുന്ന സമയത്ത് ഇതൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്.
ദെൻ ബാറ്ററി 5000 mAh ആണ് ബാറ്ററി വരുന്നത്, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. 0 to 100 ആവാൻ വെറും 29 മിനിറ്റ്സ് മാത്രമേ ഈ ഒരു ഫോൺ സമയം എടുക്കുന്നുള്ളൂ. അപ്പം അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പും അതും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നല്ല സെറ്റായിട്ട് തന്നെ റിയൽമി P1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോളായിട്ട് ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡ് ആൻഡ് ഡിസൈൻ പ്ലാസ്റ്റിക്കിൻ്റെയാണ് ബിൽഡ്, എന്നാൽ പോലും തരക്കേടില്ലാത്ത നല്ല ഒരു പ്രീമിയം ലുക്ക്, അതായത് എല്ലാ റിയൽമി ഫോണിലും നമ്മൾ കണ്ടുവന്ന ആ ഒരു സെയിം പാറ്റേണോടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഡിസൈൻ വരുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി നോർമലാണ്. പിന്നീട് നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്. AMOLED 120Hz റിഫ്രഷ് റേറ്റും 1200 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ വരുന്ന നല്ല ബ്രൈറ്റായിട്ട് ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നീട് നല്ല പെർഫോമൻസ് വരുന്നുണ്ട്, നല്ല ക്യാമറ വരുന്നുണ്ട്, നല്ല ബാറ്ററി, നല്ല ഫാസ്റ്റ് ചാർജിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു 16,000-15,000 രൂപ റേഞ്ചിൽ ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ് റിയൽമിയുടെ P1 എന്ന് പറയുന്നത്. വേറെ ഒരുപാട് ഫോൺ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബെസ്റ്റ് പെർഫോമൻസ് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ഫാസ്റ്റ് ചാർജിങ്. അതിപ്പം 12,000 രൂപയുടെ ഫോണിൽ വരെ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് റിയൽമി 12X തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ള പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഈ ഒരു ഫോൺ ബെസ്റ്റ് തന്നെയാണ്, പെർഫോമൻസും ഡിസ്പ്ലേയുടെ കാര്യത്തിലും. ബാക്കിയൊക്കെ തന്നെ ഈ ഒരു റേഞ്ചിലെ ഒരു നോർമൽ സ്പെക്ക് മാത്രം ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. സോ 15,000 രൂപ റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ P1 കൂടി ആ റേഞ്ചിലെ ഒരു ബെസ്റ്റ് ഫോൺ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായി കമൻറ്റ് ചെയ്യാം. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.